വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 5 രൂപ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ജൂൺ 3 ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർഷങ്ങളായി സ്വകാര്യ ബസ് മേഖല മാറി മാറി വന്ന പല ഗവൺമെന്റുകളുടെയും മുന്നിൽ നിരന്തരം ആവശ്യപ്പെട്ട ചില പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക എന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആവശ്യത്തെ പരിഗണിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഒരു വിദ്യാർത്ഥിനികളെ കാര്യത്തിലും ഞങ്ങൾ അവരോട് ഏതെങ്കിലും രീതിയിൽ മോശമായി പെരുമാറുകയോ കാര്യങ്ങളോ ചില ജീവനക്കാർ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റപ്പെടുന്നില്ല. ഞങ്ങളിപ്പം പറയുന്നത് നിലനിർത്താൻ വേണ്ടിയിട്ട് അന്നത്തെ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് മുമ്പാകെയുണ്ട്. ഇപ്പോൾ റവന്യൂ വരുമാനം കുറയുമ്പോൾ ഈ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന നിലയ്ക്കാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊന്ന് ഈ 5 രൂപ മിനിമം എന്ന് പറയുകയാണെങ്കിൽ 12 കൊല്ലം മുന്നേ 60-70 രൂപ ഡീസലിനുണ്ടാകുമ്പോൾ അന്നത്തെ 1 രൂപയാണ്, ഇന്നും 1 രൂപയാണ് ആകുന്നത്. ജൂൺ 15 സർക്കാർ നടപ്പിലാക്കുന്ന KSRTC സൗജന്യ യാത്രയിലുള്ള വിയോജിപ്പ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിൽ 50% സ്ത്രീകളാണ്. KSRTCയിൽ സൗജന്യ യാത്ര കിട്ടുമ്പോൾ ഇന്ന് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളിൽ നല്ല ശതമാനം അതിലേക്ക് മാറുമെന്നും ബസ് മേഖലയെ തന്നെ നിലനിൽപ്പില്ലാതായി മാറുന്ന അവസ്ഥയിൽ എത്തിക്കുമെന്നും ഈ വാഗ്ദാനം നടപ്പിലാക്കുമ്പോൾ സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ പറയുന്നു. ഒരു പൊതുഗതാഗത നയം രൂപീകരിച്ച് KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും അതിൽ ഉൾപ്പെടുത്തുക, സ്വകാര്യ ബസ് സർവീസിന് ഒരു വ്യവസായമായി അംഗീകരിക്കുക, പോലീസ് MVD ഉദ്യോഗസ്ഥരുടെ അനാവശ്യ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ ചാർജിന് സബ്സിഡി നൽകുക എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രിയുമായി ജൂൺ 3 അസോസിയേഷൻ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ടുഡേ കേരള. Tropica Weddings, the bridal legacy.